ദിവസങ്ങൾ പ്രത്യേകതകളൊന്നുമില്ലാതെ കടന്നുപോയി. ഇതിനിടയിൽ ഞാൻ ബി.എഡിന് ജോയിൻ ചെയ്തു. പി.ജി ചെയ്യാനാണ് ഹരിയേട്ടൻ പറഞ്ഞത്. പക്ഷേ ബി.എഡ് ആയിരുന്നു എനിക്ക് താല്പര്യം. എനിക്ക് ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപികയാകാനാണ് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ ആള് കൂടുതൽ നിർബന്ധിക്കാനൊന്നും നിന്നില്ല. നിന്റെ ഇഷ്ടമെന്ന് മാത്രം പറഞ്ഞു. കൊച്ചുകുട്ടികളെ പഠിപ്പിക്കാനാണെങ്കിൽ പിന്നെ പി.ജി എടുക്കേണ്ട ആവശ്യം എന്താണ്? കോളേജിൽ പോയി തുടങ്ങും മുന്നേ ഞങ്ങൾ രാജേഷ് ഏട്ടനോടൊപ്പം തന്നെ കൊടൈക്കനാൽ ട്രിപ്പ് പോയിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച 2 ദിവസങ്ങളായിരുന്നു അവ. മരം കൊച്ചുന്ന തണുപ്പത്ത് പൈൻ ഫോറസ്റ്റിലെ പൈൻ മരങ്ങൾക്കിടയിലൂടെ ഹരിയേട്ടൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് നടന്നതും, തണുത്തു മരവിച്ചിട്ടും ഞാനും ഐശ്വര്യയും ഐസ്ക്രീം വേണമെന്ന് വാശി പിടിച്ചതും, ഞങ്ങൾ നാലാളും കൂടി പരസ്പരം കളിയാക്കി ഐസ്ക്രീം നുണഞ്ഞതും, ഒരുമിച്ചുള്ള റോബോട്ട് യാത്രയും, പില്ലർ റോക്കും, ഗുണ കേവും, കോക്കോവോക്കും, പിന്നെ പേര് പോലും ഓർമ്മയില്ലാത്ത വെള്ളച്ചാട്ടങ്ങളും. അങ്ങനെ മരിക്കുവോളം മറക്കില്ലെന്ന് ഉറപ്പുള്ള 2 ദിനങ്ങൾ. പോക്ക് മുടക്കാൻ എപ്പോഴും അമ്മായിയും അമ്മാവനും ശ്രമിച്ചിരുന്നു കേട്ടോ. ഇത്തവണ വയ്യാതായത് അമ്മാവനായിരുന്നു എന്ന് മാത്രം. ഞങ്ങൾ ട്രിപ്പ് പോകാൻ തീരുമാനിച്ചതിൻ്റെ തലേന്ന് രാവിലെ മുതൽ അമ്മാവന് കലശലായ ശ്വാസം മുട്ടൽ തുടങ്ങി. ആളിനത് ഇടയ്ക്ക് ഉണ്ടാവാറുള്ളതാണ്. പണ്ടെന്നോ ന്യൂമോണിയ വന്നത് ലങ്സിനെ വരെ ബാധിച്ചു അത്രേ. കുറേ ലങ്സൽസ് നശിച്ചു പോയി. ആളിപ്പോൾ COPD പേഷ്യൻ്റ് ആണ്. സാറിന് പുകവലിക്കുന്നവർക്കാണ് ഇങ്ങനെ ഒരു കണ്ടീഷൻ വരുന്നത്. ഇവിടെ അച്ഛൻ പുകവലിക്കാറില്ലെന്നാണ് അമ്മ പറയുന്നത്. പുക വലിക്കാത്ത ചിലർക്കും വരാറുണ്ട്. ആ ചിലരിൽ ഒരാളാണ് അച്ഛൻ. അതുകൊണ്ടാവും അച്ഛന് വയ്യാതായപ്പോൾ ഹരിയേട്ടൻ പേടിച്ചു പോയത്. ഇനി ഒരിക്കൽ കൂടി ലങ് ഇൻഫെക്ഷൻ ഉണ്ടായാൽ ജീവൻ നിലനിർത്താൻ തന്നെ പാടാണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ടെൻഷനായിരുന്നു ആൾക്ക്. ഞാനും ഹരിയേട്ടനും കൂടി തന്നെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. പരിശോധനയിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് വയ്യ ഡോക്ടറെ, തീരെ വയ്യ, എന്നെ അഡ്മിറ്റ് ആക്കുമെന്ന് അമ്മാവൻ അവശതയോട് പറഞ്ഞു. പക്ഷെ ഡോക്ടർ കേട്ടില്ല. ഒരു കുഴപ്പമില്ല, ഈ പനിക്കാർക്കിടയിൽ ഇവിടെ കിടക്കുന്നതിനേക്കാളും വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞു ഡോക്ടർ. അമ്മാവനെ ഡിസ്ചാർജ് ആക്കി വീട്ടിൽ കൊണ്ടുവന്നപ്പോഴുള്ള അമ്മായിയുടെ മുഖമായിരുന്നു കാണേണ്ടത്. കണ്ട മാത്രയിൽ പുള്ളിക്കാരനെ കണ്ണുരുട്ടി നോക്കിയ നോട്ടം ആലോചിച്ച് ഞാൻ അന്നത്തെ ദിവസം മുഴുവൻ ചിരിച്ചു മറിഞ്ഞു. അന്ന് രാവിലെ മുതൽ കലശലായ ശ്വാസം മുട്ടൽ അഭിനയിച്ച് ഉച്ചയ്ക്ക് ആഹാരം പോലും കഴിക്കാതെ കിടന്നായിരുന്നു അച്ഛൻ. പക്ഷെ വൈകിട്ട് ഹരിയേട്ടൻ പുറത്തു പോയി വന്നപ്പോൾ വാങ്ങി വന്ന ഉള്ളിവടയുടെ മണം അടിച്ചതും വിളിക്കുക പോലും ചെയ്യാതെ ചായ കുടിക്കാൻ ഹാജർ വെച്ചു. പക്ഷെ വന്നിരുന്നിട്ട് എന്താ, ശ്വാസം മുട്ടലുള്ളപ്പോൾ ഇതൊന്നും തിന്നൂടാന്ന് പറഞ്ഞ് അമ്മായി ആശാനൊന്ന് രുചിച്ച് നോക്കാൻ പോലും കൊടുത്തില്ല. സംഗതി അഭിനയാണെങ്കിലും ഒറിജിനാലിറ്റി വേണ്ടേ? അത് അമ്മായിക്കറിയാം. അത് മാത്രമാവില്ല, അഡ്മിറ്റ് ആവണമെന്ന് രാവിലെ പിറകെ പറഞ്ഞാവും വിട്ടത്. അത് നടന്നില്ലല്ലോ. അതിൻ്റെ ദേഷ്യവും കാണും അച്ഛനോട്. ഞങ്ങൾ അച്ഛൻ അടുത്തിരുന്ന് കഴിക്കുമ്പോൾ വായിലൂടിയ വെള്ളം ഇറക്കി തന്നെ അച്ഛൻ വയറ് നിറഞ്ഞിട്ടുണ്ടാവും. വയറുവേദനയൊന്നും വന്നേക്കല്ലേ ഭഗവാനെ എന്നാണ് അന്ന് കഴിച്ചു തീരുവോളം ഞാൻ പ്രാർത്ഥിച്ചത്. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ കൊച്ചേ, എന്നിട്ടും ആ വൃത്തികെട്ടവൻ്റെ കൂടെ പോവാണോ? ട്രിപ്പ് പ്ലാൻ ചെയ്ത് അറിഞ്ഞപ്പോഴേ അമ്മായി എന്നോട് ചോദിച്ചിരുന്നു. ഞാൻ ഹരിയേട്ടനോട് പറഞ്ഞതാ അമ്മ. ഹരിയേട്ടനാ ചേട്ടനെ വിശ്വാസമാണ്, വിശ്വാസമില്ലാത്ത എന്നെ മാത്രമാണെന്ന് വിഷമത്തോടെ പറഞ്ഞപ്പോൾ അമ്മായിയുടെ മുഖം ഒന്ന് തെളിഞ്ഞു. ഹരിയേട്ടൻ എന്നെ വിശ്വാസമില്ലെന്ന് പറഞ്ഞതിൻ്റെയാണ്. അതുകൊണ്ടാണ് അമ്മാവൻ വഴി പുതിയ അടവെടുത്തത്. ഇതുകൊണ്ട് ഇവർക്കുള്ള ലാഭം മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. ഹരിയേട്ടൻ്റെ അമ്മയ്ക്കും അച്ഛനും തന്നെ ഹരിയേട്ടൻ എന്നെ കല്യാണം കഴിക്കുന്നതിൽ 1% പോലും താല്പര്യം ഉണ്ടായിരുന്നില്ല. ജോലി, സാമ്പത്തികം ഒക്കെ തന്നെയായിരിക്കും കാരണം. രണ്ടാൾക്കും പൊങ്ങച്ചം പറയാൻ ഒക്കില്ലല്ലോ. ഹരിയേട്ടൻ ഒരാളുടെ നിർബന്ധം കൊണ്ട് നടന്ന കല്യാണം ആവണം. ഇഷ്ടമില്ലാത്ത അച്ഛൻ തൊട്ടതെല്ലാം കുറ്റമെന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് ഇവിടെ. എന്നെ എപ്പോഴും കുറ്റം പറയണം. ഞാൻ ഒരു കാരണവശാലും സന്തോഷിക്കരുത്. അതുതന്നെ കാരണം. രാജേഷ് ഏട്ടനെക്കുറിച്ച് അമ്മ പറഞ്ഞതൊക്കെ ഞാൻ ഹരിയേട്ടനോട് പറഞ്ഞിരുന്നതാണ്. നീ രാജേഷ് ശരിയല്ലെന്ന് എന്നോട് പറഞ്ഞെന്നും ഞാൻ നിന്നെ വിശ്വസിച്ചില്ലെന്നും അമ്മയോട് പറഞ്ഞേക്കെന്ന് പറഞ്ഞത് ഹരിയേട്ടൻ തന്നെയാണ്. കൊടൈക്കനാൽ പോയി വന്ന ശേഷം 2 ദിവസം എൻ്റെ വീട്ടിലും പോയി നിന്നിരുന്നു. ഇത്തവണ വീട്ടിൽ ചെന്നപ്പോൾ അമ്മയുടെ മുഖത്ത് പതിവിലും തെളിച്ചുകൊണ്ട്. അച്ഛനിപ്പോൾ അമ്മയോട് ചെറുതായിട്ടൊക്കെ മിണ്ടി തുടങ്ങിയിത്രേ. അച്ഛമ്മയ്ക്കിപ്പോൾ വയ്യാതായിട്ടുണ്ട്. ഇടയ്ക്ക് വീടിന് പിറകിൽ ആളൊന്ന് വീണു. കാലിനും ഇടത്തെ കൈക്കും പൊട്ടലുണ്ടായിരുന്നു. പ്രായമായതല്ലേ, ഇനി പഴയ പോലെ ആകില്ലെന്ന് ഡോക്ടർ പറഞ്ഞത്. ഒന്ന് ബാത്റൂമിൽ പോണേ പോലും അമ്മയുടെ സഹായം വേണോ ഇപ്പോൾ? ഒന്ന് വീണ് പോയാൽ സഹായത്തിന് അമ്മയെ കാണുമെന്ന് മനസ്സിലായതുകൊണ്ടാണോ എന്തോ ആശാത്തി ഇപ്പോൾ ഇത്തിരി ഒതുങ്ങിയിട്ടുണ്ട് എന്നാണ് മീനു പറയുന്നത്. അമ്മ പിന്നെ പണ്ടും ഇന്നും ആരെയും കുറ്റം പറയില്ലല്ലോ. ഒരു പക്ഷേ ആ ചിന്ത കൊണ്ട് തന്നെ ആവണം അച്ഛനും അമ്മയോടും മിണ്ടി തുടങ്ങിയത്. എങ്കിലും അച്ഛൻ്റെ ഗൗരവത്തിനും ഞാനെന്ന ഭാവത്തിനും ഇപ്പോഴും കുറവൊന്നുമില്ല. ഞാൻ ബി.എഡിന് പോകാൻ തുടങ്ങിയപ്പോൾ മാത്രം അമ്മായി മുടക്കമൊന്നും പറഞ്ഞില്ല. അതിനും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് കരുതിയതാണ്. എന്താണോ എന്തോ. കോളേജിൽ പോകാൻ തുടങ്ങിയ ശേഷമുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഒന്നും ആലോചിക്കാനോ ടെൻഷൻ അടിക്കാനോ എനിക്ക് സമയം കിട്ടാറില്ല. രാവിലെ പോയാൽ എത്തുമ്പോൾ വൈകിട്ടാവും. വന്നാൽ തന്നെ കോളേജിലെ ഓരോ വർക്കുകളുണ്ടാവും. പോക്കും വരവും നല്ല തിരക്കുള്ള ബസ്സിലാണ്. അതിൻ്റെ ക്ഷീണവും രാത്രി ബെഡിലേക്ക് കിടക്കുന്നത് മാത്രമേ ഓർമ്മയുണ്ടാവും. അപ്പോഴേ ഉറങ്ങിപ്പോവും. പലപ്പോഴും ഹരിയേട്ടൻ്റെ പതിവ് ചുംബന നെറ്റിയിൽ പതിയുന്നത് പോലും പകുതി ഉറക്കത്തിലാണ് അറിയുന്നത്.
ഇപ്പോഴും അമ്മായി അമ്മാവനും എനിക്കും എൻ്റെ വീട്ടുകാർക്കും വേണ്ടി പുതിയ ചീത്തകളൊക്കെ കണ്ടുപിടിക്കുന്നതിൻ്റെ റിസർച്ച് നടത്തുന്നതിൽ മുടക്കിയിട്ടില്ല. അപ്പോഴൊക്കെ എന്നെ ആശ്വസിപ്പിക്കാൻ രണ്ട് കൈകൾ ചേർന്ന് നിന്ന് കണ്ണീര് വാർക്കാനോ ആ നെഞ്ചകവും ഉള്ളതുകൊണ്ട് മാത്രം എൻ്റെ വിഷമങ്ങൾ ഞാൻ ഉള്ളിൽ ഒതുക്കി. അല്ലെങ്കിലും പണ്ടും ഞാൻ ഇങ്ങനെ ആയിരുന്നല്ലോ. അച്ഛൻ്റെയും അച്ഛമ്മയുടെയും വഴക്ക് കേൾക്കുമ്പോൾ, അച്ഛൻ തല്ലുമ്പോൾ ഒക്കെ അമ്മയുടെ മടിത്തട്ടിൽ ചാഞ്ഞു കിടക്കുന്നേരം കിട്ടുന്ന അതേ ആശ്വാസം എനിക്കിന്ന് ഹരിയേട്ടൻ എൻ്റെ ചേർത്ത് നിർത്തി തലയിൽ തലോടി ആശ്വസിപ്പിക്കുമ്പോൾ കിട്ടാറുണ്ട്. കാലിൽ ചക്രം വച്ചോടുന്ന ദിവസങ്ങൾക്കൊപ്പം ഞാനും കിതച്ച് കിതച്ച് ഓടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു വെള്ളിയാഴ്ച കോളേജിൽ ലാസ്റ്റ് അവർ ക്ലാസ് ഉണ്ടായിരുന്നില്ല. നേരത്തെ ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ എത്തിയതും ബസ് കിട്ടി. വഴിയിലെത്തിയപ്പോഴേ കേട്ടു അമ്മായിയുടെ സംസാരം. ഫോണിലാണെന്ന് തോന്നി. എൻ്റെ കുറ്റം പറച്ചിൽ തന്നെ. വല്യമ്മയോ കുഞ്ഞമ്മയോ ആകുമെന്ന് കരുതി. പക്ഷെ രമേന്ന് വിളിച്ചുകൊണ്ടുള്ള സംസാരം മനസ്സിലായി അമ്മയുടെ കൂട്ടുകാരി രമമാമിയാണെന്ന്. ഇത്ര നാളും ഞാൻ കരുതിയിരുന്നത് അവരിവിടുത്തെ അച്ഛനോടും വല്യമ്മയോടും കുഞ്ഞമ്മയോടും മാത്രം എന്നെക്കുറിച്ച് കുറ്റം പറയാനുള്ളൂ എന്നാണ്. ഇന്ന് മനസ്സിലായി കൂട്ടുകാരോടും നാട്ടുകാർക്കും ഉൾപ്പെടെ എല്ലാവരോടും പറയുന്നുണ്ടെന്ന്. ഞാൻ ഇവിടെ വന്ന സമയത്തൊക്കെ സ്നേഹത്തോട് ചിരിച്ച് സംസാരിച്ച പലരും ഇന്നൊന്ന് ചിരിക്കാൻ പോലും മടിച്ച് വഴിയിൽ കാണുമ്പോഴേ തിരിഞ്ഞു നടക്കുന്നതിൻ്റെ കാരണവും ഇതാവണം. എനിക്ക് അമ്മായിയോട് അതിയായ ദേഷ്യം തോന്നി. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ഞാൻ പതിയെ നടന്നു എന്ന് അവരുടെ മുറിയിൽ തലയിട്ടു. ഓ, ഫോണിലായിരുന്നോ? ഞാൻ കരുതി അമ്മ അച്ഛനോടാകും ഇതൊക്കെ പറയുന്നതെന്ന്. ചിരിയോടെ അവരുടെ മുഖത്ത് നോക്കി അത്രയും പറഞ്ഞ് തിരിഞ്ഞു നടക്കുമ്പോൾ എന്നെ കണ്ട് വിളറിപ്പോയ അവരുടെ മുഖം എൻ്റെ മനസ്സിൽ ആനന്ദം നിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇനിയും മിണ്ടാതിരുന്ന ഈ നാട്ടുകാരടുത്ത് മുഴുവൻ ഞാൻ വൃത്തികെട്ടവളും അവർ നല്ല പിള്ളയുമാകും. അത് വേണ്ട. ഞാൻ എല്ലാം കേട്ടു എന്നറിയട്ടെ. അതോടെ മറ്റുള്ളവരോട് ഇങ്ങനെ ഇല്ലാത്ത പറയുന്ന പരിപാടി നിർത്തിയാലോ? മുറിയിൽ കയറി ബാഗ് സ്റ്റഡി ടേബിളിൽ വെച്ച് കട്ടിലേക്ക് മലർന്നു വീണു. കഴിഞ്ഞ 9 മാസം കൊണ്ട് ഞാൻ ഇത്ര കണ്ട് മാറിപ്പോയോ? എനിക്ക് തന്നെ അത്ഭുതം തോന്നി. മുൻപ് വായിൽ വിരലിട്ടാൽ കടിക്കാത്ത ഞാനായിരുന്നു. ഒന്ന് മേല് കഴുകി ഡ്രസ്സ് മാറ്റിയിട്ട് അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അമ്മായി അവിടെ നിൽപ്പുണ്ട്. ഞാനേ മുകളിലെ ബീനയുടെ കാര്യം പറയായിരുന്നു രമയോട്. കാണുന്നത് പോലൊന്നും അല്ലെന്നേ. ചേച്ചി ഇന്നലെ വിളിച്ചപ്പോഴും പറഞ്ഞതേ ഉള്ളൂ. ഒരു വക വീട്ടിൽ ചെയ്യൂല. രാവിലെ ജോലിക്കെന്ന് പറഞ്ഞ് പോയാൽ മതിയല്ലോ. ബാക്കി പണിയൊക്കെ എങ്ങനെ നടക്കുന്നു എന്നൊന്നും അറിയണ്ടല്ലോ. ഞാൻ കേട്ടെന്ന് മനസ്സിലായതുകൊണ്ടുള്ള ന്യായീകരണമാണ്. അതിന് ബീന ചേച്ചിയുടെ ചേട്ടൻ്റെ പേര് ഹരി എന്നല്ലല്ലോ. അമ്മ ഇടയ്ക്ക് പറയുന്ന കേട്ടല്ലോ എൻ്റെ ഹരിയുടെ വിധിന്ന്. ഞാനത് ചോദിച്ചപ്പോൾ ഒരു നിമിഷം അവർ മിണ്ടാതെ ആവാതെ നിന്നു. അത് ഞങ്ങൾ വേറൊരു കാര്യം പറഞ്ഞതാ എന്നും പറഞ്ഞ് ഒരു പുളുക്കഥ കൂടി പറഞ്ഞു എന്നോട്. അമ്മായിയുടെ കയ്യിലാണല്ലോ പുളുക്കഥയ്ക്ക് പഞ്ഞം. അമ്മായി പിന്നെയും നാട്ടുകാരുടെ കാര്യം പറയാൻ തുടങ്ങി. ഞാൻ കേട്ടെന്നറിഞ്ഞിട്ടും ഇവർക്ക് അതിൻ്റെ യാതൊരു ചളുപ്പുമില്ലല്ലോ എന്ന് ഓർക്കായിരുന്നു ഞാൻ അന്നേരം. പിന്നീട് മീനുവിനെ വിളിച്ചപ്പോൾ ഞാൻ ഇക്കാര്യം അവളോട് പറഞ്ഞു. അവർ പറയുന്നതൊക്കെ നീ അറിയാറുണ്ടെന്ന് എന്തായാലും അവരെ അറിയിക്കണം. ഇങ്ങനെ പോയാൽ നാട്ടിലെ ഒറ്റ മനുഷ്യന് നിന്റെ മുഖത്ത് നോക്കുകയും മിണ്ടുകയും ചെയ്യില്ലല്ലോ. മറ്റേത് നീ ഇതൊക്കെ അറിയുന്നുണ്ടെന്നറിഞ്ഞാൽ അവർ ഈ പറിച്ചിട്ട് നിർത്തിയാലോ? അവൾ പറഞ്ഞത് നേരാണെന്ന് എനിക്കും തോന്നാതല്ല. അതിനൊരവസരം കിട്ടട്ടെ. അങ്ങനെ അവസരം കാത്തിരുന്നപ്പോഴാണ് ഒരു ഞായറാഴ്ച എന്നെയും കൂട്ടി അമ്പലത്തിൽ പോകാനായി അവർ വിളിച്ചത്. കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് ഞാനും അവരുടെ ഒപ്പം അമ്പലത്തിൽ പോകാറുണ്ടായിരുന്നു. അന്നത്തെ റെക്കോർഡിംഗ് സംഭവം ഞാൻ അവരുടെ കൂടെ പോകുന്നത് എനിക്ക് ഭക്തി ഉണ്ടായിട്ടല്ല, അവരാരെയൊക്കെയോ കാണുന്നെന്നോ ആരോടൊക്കെ സംസാരിക്കുന്നതെന്നോ ഒക്കെ അറിയാനാണെന്ന് പറഞ്ഞു കളഞ്ഞവർ. അതോടെ അവരുടെ കൂട്ടത്തിൽ അമ്പലത്തിൽ പോകുന്നത് നിർത്തി. അവരാരെയോ കാണട്ടെ, ആരുടെ കുറ്റമോ പറയട്ടെ, എൻ്റെ ഭക്തി അവരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നീടുള്ള അമ്പലത്തിൽ പോക്ക് ഹരിയേട്ടനൊപ്പം മാത്രമായി. കോളേജിൽ പോയി തുടങ്ങിയതിന് ശേഷം വീട്ടിലങ്ങനെ നിൽക്കാറുമില്ല. അതുകൊണ്ട് നിൽക്കുന്ന ദിവസങ്ങളിൽ അമ്പലത്തിൽ പോകാൻ വിളിക്കുന്നവരോട് എന്തെങ്കിലും ഒഴിവുകഴിവ് പറഞ്ഞു മാറും. അവർ സമാധാനത്തിൽ പരദൂഷണം പറഞ്ഞോട്ടേന്നേ, നമ്മളെന്തിനാ വെറുതെ. എന്തായാലും ഇന്ന് അവരുടെ ഒപ്പം പോകാമെന്ന് തന്നെ തീരുമാനിച്ചു. അവർ പറയുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തുക തന്നെയായിരുന്നു ഉദ്ദേശം. അമ്പലത്തിൽ തൊഴുതു മടങ്ങുമ്പോൾ മുൻപ് ഞങ്ങളുടെ ഒപ്പം വരുന്ന 2 മാമിമാരും കൂടെ ഉണ്ടായിരുന്നു. അന്നൊക്കെ അവർ രണ്ടാളും എന്നോട് എന്തൊക്കെ കുശലങ്ങൾ ചോദിക്കുമായിരുന്നെന്നോ. ഇന്നിപ്പോൾ അവരെൻ്റെ മുഖത്ത് നോക്കിയൊന്നു കൂടി സംശയമാണ്. അമ്മയുടെ നാവിൻ്റെ ഗുണം അത്രയ്ക്കുണ്ട്. എന്നോടൊന്നും ചോദിച്ചില്ല എന്നത് പോട്ടെ, ഞാൻ അവരോട് 1-2 വാക്ക് ചോദിച്ചതിനൊക്കെ താല്പര്യമില്ലാത്ത രീതിയിലായിരുന്നു മറുപടി. അതിൻ്റെ കൂടെ മരുമക്കൾ ഇങ്ങനെയാകണം അങ്ങനെയാകണമെന്നൊക്കെ പൊതുവായി പറയുന്ന പോലെ ചില പറച്ചിലുകൾ. ചില പെൺപിള്ളേരുണ്ട് ചേച്ചി, ഭർത്താക്കന്മാരെ വേണം. അവരുടെ അമ്മമാരെയാണെങ്കിൽ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ആ അമ്മയില്ലാതെ മോനുണ്ടാവില്ലെന്നൊന്നും ചിന്തിക്കാനുള്ള വിവരം ചിലതുങ്ങൾക്കുണ്ടാവില്ല. അതാ കാര്യം. എന്നെ ഒളികണ്ണിട്ട് നോക്കി അമ്മയോടെന്ന പോലെയാണ് പറച്ചിൽ. ഇതൊക്കെ പറയുന്നവർ മരുമക്കളാണെന്ന് അവരോർക്കാത്ത എന്താണാവോ. സ്നേഹിക്കുന്നവരെ തിരികെ സ്നേഹിക്കാൻ ഏത് മരുമക്കൾക്കും കഴിയുമെന്ന് മനസ്സിലാക്കാത്ത എന്താണാവോ. അത് ശരിയാ മാമി, ചില മരുമക്കൾ അങ്ങനെയാ. അതുപോലെ ചില അമ്മായിയമ്മമാരുണ്ട്, മരുമക്കളോട് നല്ല സ്നേഹമാണെന്ന് ഭാവിച്ചിട്ട് അവർ കേൾക്കാതെ എല്ലാവരോടും ഇല്ലാത്ത കുറ്റം പറഞ്ഞ് നടക്കുന്ന ചിലർ.
സുമേ, നിനക്ക് എന്തൊക്കെയോ സാധനം വാങ്ങണമെന്നല്ലേ പറഞ്ഞത്? ദാണ്ടെ സുഖുവിൻ്റെ കടയിൽ നിന്ന് വാങ്ങാലോ. എന്നെ പറഞ്ഞ് പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല അമ്മായി. അതിനു മുൻപ് സുമമാമിയുടെ കയ്യിൽ തട്ടി വിളിച്ച് കട ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞിരുന്നു. പൊട്ടി വന്ന ചിരി ഞാൻ ചുണ്ട് കൂട്ടി പിടിച്ച് ഒതുക്കി. ആ ചേച്ചി ഓർമ്മിപ്പിച്ചത് നന്നായി. എന്നാൽ ഞങ്ങൾ ചെല്ലട്ടെ, നാളെ കാണാം, വാശിയില്ലേ. അമ്മയോട് യാത്ര പറഞ്ഞ് കൂടെയുള്ള മാമിയെയും വിളിച്ച് എൻ്റെ മുഖത്ത് പോലും നോക്കാതെ സുമമാമി റോഡ് സൈഡിലുള്ള രഘുമാമൻ്റെ കടയിലേക്ക് കയറിപ്പോയി. അമ്മായി ആകട്ടെ കത്തിച്ചു വിട്ട വാണം പോലെ മുന്നേ സ്പീഡിൽ നടക്കുന്നുണ്ട്. ഇന്നലെ ഫോണിൽ പറഞ്ഞതൊക്കെ ഞാൻ നല്ല വെടിപ്പായിട്ട് കേട്ടുവെന്നും അതിനുശേഷം അവർ പറഞ്ഞ കള്ളക്കഥ ഞാൻ വിശ്വസിച്ചിട്ടില്ലെന്നും കുറച്ചു മുന്നേ ഞാൻ പറഞ്ഞ ഡയലോഗ് കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതാണ് നടത്തത്തിന് ഇത്ര സ്പീഡ്. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ഇന്നലത്തേക്ക് മാത്രമല്ല, ഇതുവരെ അവർ പറഞ്ഞിട്ടുള്ളത് പലതും ഞാൻ കേട്ടിട്ടുള്ളതെന്ന് മനസ്സിലാക്കി കൊടുക്കണ്ടേ. ഞാൻ അവരുടെ ഒപ്പം എത്താൻ ആഞ്ഞു നടന്നു. എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട് അമ്മ. അടുത്തെത്തിയതും ഞാൻ പറഞ്ഞു തുടങ്ങി. കുട്ടി മിണ്ടുന്നില്ല. വേറെന്തോ ഗഹനമായ ചിന്തയിലാണെന്ന് തോന്നുന്നു. അതെ അമ്മ. ഞാൻ അവരെ തോണ്ടി വിളിച്ചു. ആ പറ മക്കളെ. അവരൊന്ന് ഞെട്ടിയതുപോലെ പറഞ്ഞു. അതെ അമ്മ, എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട്. അവളുടെ അമ്മായിയുടെ കാര്യമാണ് ഞാൻ നേരത്തെ സുമമാമിയുടെ അടുത്ത് പറഞ്ഞത്. അവരുണ്ടല്ലോ, ഇവളോട് ഭയങ്കര സ്നേഹം കാണിക്കും. അവളുടെ ചേട്ടനോട് അവൾ പൊന്നാണ്, തങ്കമാണ്, തങ്കമ്മയാണെന്നൊക്കെ പറയും. എന്നിട്ട് ഇവളില്ലാത്തപ്പോൾ അവളുടെ ഇല്ലാത്ത കുറ്റവും പറയും. അത് നാട്ടുകാരോട് മുഴുവൻ. എന്നും പറഞ്ഞ അമ്മായി എന്നെക്കുറിച്ച് പറഞ്ഞു കേട്ടതൊക്കെ എൻ്റെ കൂട്ടുകാരിയുടെ അമ്മായി അവളെ വിളിച്ച് പറഞ്ഞതാണെന്ന രീതിയിൽ ഞാൻ തട്ടിവിട്ടു. ഒക്കെ കേട്ട അമ്മായി ഒരക്ഷരം മിണ്ടാതെ കിളി പോയതുപോലെ മുന്നോട്ട് നടന്നു. എന്തായാലും ഞാൻ പറഞ്ഞതൊക്കെ അവർക്ക് കൃത്യമായി കൊണ്ടിട്ടുണ്ടെന്ന് നിലാവ് തഴിച്ചുവിട്ട കോഴിയെപ്പോലെയുള്ള നടത്തം കണ്ടാൽ അറിയാം. ഇല്ലെങ്കിൽ പരദൂഷണത്തിൽ PhD എടുത്തവരിങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ മിണ്ടാതെ നടക്കുമോ? ചുണ്ടിലൊളിപ്പിച്ച ചിരിയോടെ ഗൂഢമായ ആനന്ദത്തോടെ ഞാനും അവരോടൊപ്പം നടന്നു. ഒന്നുകിൽ ഇവർക്ക് വട്ടാണ്, അല്ലാതെ നാട്ടുകാരോട് മുഴുവൻ കുറ്റം പറഞ്ഞ് നടന്നിട്ട് എന്ത് കിട്ടാൻ? അല്ലെങ്കിൽ മീനു ഒരിക്കൽ പറഞ്ഞ പോലെ ഇവരുടെ ഉദ്ദേശം വേറെ പലതുമാകാം. നീ നോക്കിക്കോടി. ആദ്യം നാട്ടുകാരോടൊക്കെ പലതും പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞ് പതുക്കെ ഹരിച്ചേട്ടനോട് പറഞ്ഞു തുടങ്ങും. അത് കഴിഞ്ഞ് അവർ നേരിട്ട് നിന്നോട് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്നിട്ട് എല്ലാത്തിനും കാരണക്കാരി നീയാണെന്ന് വരുത്തി നിന്നെ അവിടുന്ന് ചവിട്ടി പുറത്താക്കും. ആദ്യമേ എല്ലാവരോടും നീയാണ് കുറ്റക്കാരി എന്ന് പറഞ്ഞു നടന്നതുകൊണ്ട് എല്ലാവരും നിന്റെ കുറ്റമാണെന്ന് പറയുകയും ചെയ്യും. സൈക്കോ തള്ളയ്ക്ക് കാഞ്ഞ ബുദ്ധിയാ. അന്ന് അവൾ പറഞ്ഞു. എന്തായാലും നിന്റെ അത്രയും കാഞ്ഞതല്ലെന്ന് അന്ന് ഞാൻ അവളോട് പറഞ്ഞെങ്കിലും അന്ന് അവൾ ആ പറഞ്ഞതിൽ കാര്യമില്ലാതില്ലെന്ന് ഇന്നെനിക്ക് തോന്നുന്നുണ്ട്. ഇതുവരെ സ്നേഹത്തോട് സംസാരിച്ചിരുന്നവരൊക്കെ വെട്ടിത്തിരിഞ്ഞു പോകുന്നത് കാണുമ്പോൾ, കുത്തി കുത്തി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഒരു സാധാരണ മനുഷ്യന് എന്തു തോന്നും? ഞാനും ഒരു സാധാരണ മനുഷ്യനാണ്. ദേഷ്യവും സങ്കടവും എനിക്കും വരും. ഒരു സാമൂഹിക ജീവിയാകുമ്പോൾ സമൂഹത്തിലുള്ളവരുമായി ഇടപഴകാതെ ജീവിക്കാനാകുമോ? ചുറ്റുമുള്ളവർ തന്നെ മുഖം തിരിച്ചു പോകുന്നത് കാണുമ്പോൾ അതെന്നെ ബാധിക്കുന്നതല്ലെന്ന് കരുതാൻ പറ്റുമോ? ശ്രമിച്ചതാണ് ഞാൻ, പക്ഷേ പറ്റുന്നില്ല എനിക്ക്. ഇനിയും ഇവരുടെ ഈ പരിപാടികൾ നിർത്തിയില്ലെങ്കിൽ പലതും കണ്ടും കേട്ടും എനിക്ക് വട്ടായിപ്പോവും. ശാരീരികമായി വേദനിപ്പിച്ചാൽ മാത്രമേ ഒരാൾക്ക് വേദനിക്കൂ എന്നോ ഭർത്താവിൻ്റെ തല്ലും ഉപദ്രവവും മാത്രമേ അസഹനീയമാകൂ എന്നോ? എന്നാൽ ഞാനൊന്ന് പറയട്ടെ, അതിനേക്കാളൊക്കെ 1000 ഇരട്ടി നമ്മളെ അസ്വസ്ഥരാക്കുന്ന ചിലതുണ്ട്. എൻ്റെ അമ്മായിയെ പോലെ ഉള്ളവരുടെ സംസാരം, ഭർത്താവിൻ്റെ മോശം പെരുമാറ്റം ഭാര്യയെ എത്രത്തോളം ബുദ്ധിമുട്ടിപ്പിക്കാമോ ഏതാണ്ട് അത്ര തന്നെ വിഷമമാണ് ഒപ്പം താമസിക്കുന്ന ഭർത്താവിൻ്റെ അമ്മയുടെ കുശുമ്പും കുന്നായ്മയും അനുഭവിച്ചറിയുന്നതെന്ന്. എത്ര കേൾക്കേണ്ടെന്ന് കരുതിയാലും നമ്മളെക്കുറിച്ചാണെന്ന് അറിയുമ്പോൾ കേട്ടുപോകുന്നതാണ്. പറയുന്നത് നമ്മളെക്കുറിച്ചല്ലെന്ന് തോന്നിയാൽ അത് നല്ലതായാലും മോശമായാലും എന്താണെന്നറിയാനുള്ള മനുഷ്യ സഹജമായ ജിജ്ഞാസ. ഒന്നും എന്നെ ബാധിക്കില്ലെന്ന് കരുതാൻ, കേട്ടതൊക്കെ മറക്കാൻ, അതൊന്നും അത്ര എളുപ്പമല്ല. പറയാൻ എളുപ്പമാണെങ്കിലും. അവരുടെ വീട്ടിൽ വന്നു കയറിയ മൂദേവിയാണ് ഞാനെന്ന് പറഞ്ഞത് മരണം വരെ എനിക്ക് മറക്കാനാവുമോ? കേട്ടത് പലതും ഒരിക്കലും മറക്കാൻ അനുവദിക്കാതെ വണ്ടുപോലെ പിന്നെയും പിന്നെയും ചെവിയിൽ വന്ന് മൂളി അസ്വസ്ഥത സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. മനസ്സ് വലിഞ്ഞു മുറുകി തല പൊട്ടിച്ചിതറുന്നത് പോലെ തോന്നുന്ന ഒരുതരം അസ്വസ്ഥത. അതിൻ്റെ ഇൻറ്റൻസിറ്റി അറിയണമെങ്കിൽ അനുഭവിച്ച് തന്നെയാകണം. ഇനിയെങ്കിലും അവരറിയട്ടെ ഞാൻ എല്ലാം അറിയുന്നുണ്ടെന്ന്. അങ്ങനെയെങ്കിലും അവർ ഈ പരിപാടി നിർത്തട്ടെ. ഇല്ലെങ്കിൽ എനിക്ക് വട്ടുപിടിക്കും. ഹരിയേട്ടൻ കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഒന്നും കേട്ടില്ല എന്ന് നടിക്കാൻ ശ്രമിച്ചത്. പക്ഷെ ഇപ്പോൾ ആ മനുഷ്യൻ്റെ ആശ്വസിപ്പിക്കലും എൻ്റെ മനസ്സിലെ സംഘർഷം കുറയ്ക്കാൻ പറ്റാതെ വരുന്നുണ്ട്. എന്നെക്കുറിച്ച് നാട്ടുകാരോടും ഇല്ലാത്ത പറഞ്ഞ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞത് മുതൽ എനിക്ക് അവരോട് നിയന്ത്രിക്കാനാകാത്ത വിധം ദേഷ്യം വരുന്നുണ്ട്. എല്ലാം ഇതോടെ തീരുന്നെങ്കിൽ തീരട്ടെ. അങ്ങനെ ഒരു പ്രതീക്ഷയോടെ തന്നെയാണ് വീട്ടിലേക്ക് വന്നു കയറിയത്. പക്ഷേ രാത്രിയിൽ ഇതിനേക്കാൾ ഒരു വലിയ ഭൂകമ്പം എന്നെ കാത്തിരിപ്പുണ്ടെന്ന് ഞാൻ അന്നേരം അറിയാതെ പോയി. അന്ന് വൈകിട്ടായിട്ടാണ് ഹരിയേട്ടൻ വന്നത്. രാവിലെ അവരുടെ കോളേജിൽ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ എന്തോ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഹരിയേട്ടൻ പഠിപ്പിക്കുന്ന കോളേജിൽ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് ആളിനെ അസോസിയേഷൻ്റെ ട്രഷററോ മറ്റോ ആക്കിയിട്ടുണ്ട്.
അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം അധ്യാപക സംഘടനയുടെ വേറെ എന്തോ പരിപാടി. ഉച്ചയ്ക്ക് പുറത്തുനിന്ന് ഊണ് കഴിക്കുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഇന്ന് സൺഡേ ആയിട്ടും രാവിലെ പോയിട്ട് വന്ന് കയറിയത് ഈ നേരത്താണ്. വന്നതേ തലവേദനയാണമ്മ, ചായ ഇടുമോ എന്ന് പറഞ്ഞാണ് മുറിയിലേക്ക് കയറിപ്പോയത്. അപ്പോഴേ ഞാൻ കരുതിയതാണ് ചായ കുടിച്ചു കഴിഞ്ഞ് നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാമോ ദേവു എന്ന് ചോദ്യം വരുമെന്ന്. സാധാരണ എല്ലാവരും എന്തെങ്കിലും വയ്യാഴ്ക വന്നാൽ വീട്ടിൽ ചടഞ്ഞുകൂടി ഇരിക്കാൻ നോക്കും. ഇവിടെ ഒരാൾ അക്കാര്യത്തിൽ വ്യത്യസ്തനാണ്. തലവേദന വന്നാൽ ആളിന് ബൈക്ക് എടുത്തൊന്ന് കറങ്ങണം. ചുമ്മാ സിറ്റിയിലൊക്കെ ബൈക്കിൽ തന്നെ ഒന്ന് കറങ്ങി 10-15 മിനിറ്റ് പാർക്കിൽ വന്നിരിക്കും. അത്രേ മതി. ഹരിയേട്ടൻ ബൈക്കിലല്ലേ കോളേജിൽ നിന്ന് ഇതുവരെ വന്നത് എന്ന് ചോദിച്ചാൽ പറയും അത് വേറെ ഇത് വേറെ എന്ന്. ആ വേയും റേയും എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ചായ കുടിച്ചിറങ്ങി. വെറുതെ ബൈക്കിലൊന്ന് ചുറ്റി ഒരു ഐസ്ക്രീമും കഴിച്ചിട്ട് തിരികെ എത്തിയപ്പോൾ രാജേഷേട്ടൻ വന്നിരിപ്പുണ്ട്. എന്നോട് പുള്ളിക്കാരൻ ഭൂലോക തെമ്മാടിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആളിനെ കണ്ടാൽ വിടാതെ കത്തിവെക്കുന്ന കൂട്ടത്തിലാണമ്മ. ഇന്ന് പക്ഷെ അമ്മയെ കാണാനില്ല. രാവിലെ ഞാനത് പറഞ്ഞത് മുതൽ എന്നോട് അങ്ങനെ മിണ്ടിയിട്ടില്ല. ഹരിയേട്ടൻ വന്നപ്പോഴും ചായ ഇട്ട് കൊടുത്തു എന്നല്ലാതെ ആളിനോടും അങ്ങനെ മിണ്ടുന്നൊന്നും കണ്ടിരുന്നില്ല. അമ്മായി എന്തോ കാര്യമായ പണി തരാനുള്ള പ്ലാനിങ്ങിലാണെന്ന് എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു. ഇനി അതെന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കഥയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കല്ലേ.